ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അമേരിക്ക ഇറാന്റെ 3ഓളം വരുന്ന ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2 ആഴ്ച കഴിഞ്ഞേ ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമിക്കൂ എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്? ഇസ്രയേൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഒരുക്കിക്കൊടുത്തത് എന്താണ്? ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് അമേരിക്കയുടെ ആവശ്യമുണ്ട്. യുദ്ധം ജയിക്കാൻ ആരുടെയും ആവശ്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞതാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം ആണവ കേന്ദ്രങ്ങളായിരുന്നു. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പ്രാപ്തമായിട്ടുള്ള B2 ബോംബറുകൾ ഉള്ളത് അമേരിക്കയുടെ കയ്യിൽ മാത്രമാണ്. അതായത് ഏതാണ്ട് 13,500 കിലോഗ്രാം വെയിറ്റ് ഉള്ള 20 അടി താഴ്ചയുള്ള ഏതാണ്ട് 200 അടിയോളം തുരന്നു കയറി പൊട്ടിക്കാൻ ഏത് മലകളും അല്ലെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടവും തുടർന്ന് കോൺക്രീറ്റുകളും തുരന്ന് കയറി പൊട്ടിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളല്ല, ബോംബുകൾ. ആ ബോംബുകൾ ഇപ്പോൾ ഉള്ളത് ആകെ അമേരിക്കയുടെ കയ്യിലാണ്. അതുകൊണ്ട് മാത്രം ആ ഒരു ആശ്രയത്തിന് മാത്രമാണ് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ അവരുടെ ഉദ്ദേശം ഇറാനെ നശിപ്പിക്കുക എന്നുള്ള ഇറാനകത്തെ ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ അണുവായുധം ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ ബോധ്യപ്പെട്ട് അത് നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ്. അതാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. അതിനുവേണ്ടി ആയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരുക്കത്തിന് വേണ്ടിയാണ് 2 ആഴ്ച. ആ ഒരുക്കത്തിന് മുമ്പുള്ള ചർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു 2 ആഴ്ച. അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞതുപോലെ ആക്രമിക്കണ്ട എങ്കിൽ ഖമേനി മാറണം, അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങൾ മാറണം, നിങ്ങൾ ഇപ്പം ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ആണവ പദ്ധതിയുടെ തീരുമാനത്തിനകത്ത് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ലോകത്തിന് ബോധ്യപ്പെടണം, അത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെടണം, ആ കരാർ പൂർണ്ണമാക്കണം, ഇല്ലെങ്കിൽ ആക്രമിക്കും. അപ്പൊ അതിന്റെ ബാക്ക്ഡോർ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ബാക്ക്ഡോർ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ രഹസ്യമാണ്. നിരന്തരം അമേരിക്കയെ വിളിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ കൺട്രീസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞ ഇതിന്റെ ഭാഗമായിട്ടുള്ള അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെടുന്ന ഖമേനി മാറണം. ഖമേനി മാറാമെന്നല്ല പറഞ്ഞില്ലേ? നിങ്ങൾ കണ്ടോ? ഖമേനി മാറാം, എന്നിട്ട് വേറെ 2 പേരെ തീരുമാനിക്കാമെന്ന് ടൈംസ് ഓഫ് അല്ലെങ്കിൽ ഇന്ത്യയും അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖമേനി ഇതുവരെ മാറാത്ത ആൾ, അല്ലെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് മരിച്ചതിന് ശേഷമാണല്ലോ വേറെ ആളിനെ തീരുമാനിക്കുന്നത്. അപ്പൊ അവരുടെ ലൈനിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് പരാജയം സംഭവിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാവും. പാണ്ഡവ കൗരവ യുദ്ധം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനം വരെ എല്ലാവരും തീരുന്നിടം വരെയും കൗരവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നില്ലേ? അതുപോലെ യുദ്ധത്തിനകത്ത് പക്ഷെ മറ്റവർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്നത് പോലെ മറ്റവർക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പം അവരൊരിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ 3 ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പൊ തകർത്തത്. അതിനകത്ത് നദാൻസ് എന്ന് പറയുന്ന ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിലാണ്, അതാണ് ഏറ്റവും കൂടുതൽ 2,240 അടി താഴ്ചയിലുള്ള ആണവ കേന്ദ്രം. അവിടെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആണവായുധങ്ങൾ ഏകദേശം 80% പൂർത്തീകരിച്ചു എന്ന് ഒക്കെ പറയുന്നു, അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുന്ന ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിലാണ്. അപ്പൊ അവിടെ 100 അടി താഴ്ചയിൽ ഇറങ്ങി വൈദ്യുതി കട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രവൃത്തി വരെ മൊസാദും അല്ലെങ്കിൽ ഇസ്രായേലും ചെയ്തതിന് ശേഷം B2 വിമാനങ്ങൾ ബോംബ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എത്രയ്ക്ക് റിസ്ക്, ആത്മഹത്യാ സ്ക്വാഡ് പോലെ പ്രവർത്തിക്കുന്ന വിങ് ഉണ്ട് ഇസ്രായേലിന്, അറിയാമോ? അവിടെ പല വിങ്ങുകളായിരുന്നു. അപ്പൊ പല വിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ജീവൻ നേരത്തെ ഭീകരന്മാർക്ക് ഇടയിലുണ്ടല്ലോ ആത്മഹത്യാസ്കാർ, നമ്മൾ പറയത്തില്ലേ, ബോംബ് വെച്ച് എടുത്ത് അവൻ മരിച്ചാലും വേണ്ടില്ല അവന്റെ ടാർഗറ്റ്, അതുപോലത്തെ അത്തരത്തിൽ വേണമെങ്കിലും അവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സൈനികരെ വരെ ഒരുക്കിയിരുന്നു. അത് എല്ലാ രാജ്യത്തും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഇസ്രായേലിന് അതുണ്ട് എന്നുള്ള രീതിയിൽ നേരത്തെ വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതേ രീതിയിൽ ഇവർ ആത്മഹത്യാ സ്ക്വാഡുകൾ, എന്തും സംഭവിക്കാവുന്ന സ്ഥലത്ത് അത്രയും റിസ്ക് എടുത്ത് 100 അടി താഴ്ചയിൽ പോയി വൈദ്യുതി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ബോംബർ വിമാനങ്ങൾ അവിടെ ബോംബ് ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചത്. അതായത് ഈ 2 ആഴ്ച ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു. കാരണം അമേരിക്ക തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അമേരിക്ക തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത് അവരുടെ ഇറാനെ ആക്രമിച്ചാൽ അമേരിക്ക തിരിച്ചടിക്കുമെന്ന് പറഞ്ഞല്ലോ. അമേരിക്ക തിരിച്ചടിക്കുന്നത് അവരുടെ സൈനിക താവളങ്ങളാണ്. അപ്പൊ സൈനിക താവളങ്ങളിൽ ആക്രമിച്ചാൽ GCC രാജ്യങ്ങൾ, സഖ്യരാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ഇസ്രായേലിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പൊ അമേരിക്കയ്ക്ക് ബോംബിങ്ങോ അല്ലെങ്കിൽ മിസൈലിങ്ങോ
ഡ്രോൺ സംവിധാനവും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ലോഞ്ചറുകൾ നശിപ്പിക്കുകയായിരുന്നു അവിടുത്തെ പരിപാടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിച്ചു എന്ന് പറയുന്നു. ആദ്യത്തെ ദിവസത്തെ ആക്രമണത്തിന്റെ എത്ര ശതമാനം ഉണ്ടായിരുന്നു? അപ്പം അതില്ലായിരുന്നല്ലോ. അപ്പം അത് പൂർണ്ണമായിട്ടും, മാത്രമല്ല ഇന്നലെ അവിടെ ഈ പറയുന്ന പോലെ ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്ന് സൈന പ്രദേശം എന്ന് പറയുന്ന പ്രദേശത്തെ ഏതാണ്ട് റിക്ടർ സ്കെയിൽ 5.2 അല്ലെങ്കിൽ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു ഭൂകമ്പം നടന്നതായിട്ടുണ്ട്. അത് 10 കിലോമീറ്റർ ഭൂമിക്ക് താഴെയായിട്ടാണ്. ഇത് കഴിഞ്ഞ ഒക്ടോബർ 6 സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ആണവ പരീക്ഷണം ഇറാൻ നടത്തുന്നുള്ളൂ. ഇത് ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് GCC രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ളത്. അപ്പൊ അതിനുശേഷം ഇന്നലെ നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ കമ്മിറ്റി വിളിച്ചതിന് ശേഷം GCC രാജ്യങ്ങളുടെ സമ്മർദ്ദം കൂടിയുണ്ട്. അതായത് ഇസ്രായേൽ പറഞ്ഞത് ശരിയാണ്, ആണവ പരീക്ഷണം നടക്കുന്നു, അപ്പൊ ആണവായുധം നിർമ്മിക്കുന്നു. ആണവായുധം നിർമ്മിച്ചാൽ ഇസ്രായേലിന് മാത്രമല്ല സൗദി ഉൾപ്പെടെ, ഖത്തർ ഉൾപ്പെടെ ഇപ്പൊ ശത്രുവായിട്ട് നിൽക്കുന്ന ഷിയ രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ട്രംപ് ഈ പറഞ്ഞതുപോലെ നോബൽ സമ്മാനം മേടിക്കാൻ വേണ്ടി രണ്ടും കൈ നീട്ടി നിന്നാലും ട്രംപിന്റെ കയ്യിൽ നിൽക്കാതെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി ട്രംപിന്റെ സമ്മർദ്ദം ആ സഖ്യരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് 3 ആണവ കേന്ദ്രങ്ങൾ, അതിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോർദോ കൂടാതെ നദാൻസും എക്സ്പഹാൻ എന്ന് പറയുന്ന ആണവ കേന്ദ്രങ്ങളുമാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ്ട് ഇപ്പം ഉടനെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പറയുന്നു. ഇനിയും അമേരിക്ക ലിമിറ്റഡ് യുദ്ധം, അമേരിക്ക പറഞ്ഞ പോലെ ലിമിറ്റഡ് യുദ്ധമേ ഉള്ളൂ. ഇനി ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കയെ ആക്രമിക്കുന്ന ഒരവസ്ഥ വന്നാൽ വീണ്ടും ഇടപെടത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ആണവ കേന്ദ്രങ്ങളുടെ ആക്രമണം അവർ ആഗ്രഹിക്കുന്ന പോലെ, അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെയും ഈ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് പോലെയും തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യുദ്ധം ജയിച്ചു എന്നുള്ള പ്രഖ്യാപനം ഇനി അവർക്ക് രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം, ഒരു ഗവൺമെന്റ് സംവിധാനം, അതിനെയും കൂടെ മാറ്റി സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഉദ്ദേശമുണ്ടെങ്കിൽ അതുകൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന ഇസ്രായേൽ യുദ്ധം ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയും, അല്ലെങ്കിൽ ഇറാൻ പരാജയം സമ്മതിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇറാൻ പരാജയം സമ്മതിച്ചേ മതിയാവത്തുള്ളൂ. കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഈ 2 ആഴ്ച വേണ്ടായിരുന്നു. ഏതാണ്ട് ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന മാധ്യമങ്ങൾ പറയുന്നത് ഇറാൻ വീണുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായിട്ടും ഒരു 4 ദിവസം കൊണ്ട് ഇറാന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിരായുധീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ. ഇന്നലെ ഇപ്പം ഇതിനു മുമ്പത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലെ രാത്രിയാണല്ലോ ഈ പറയുന്ന B2 വിമാനങ്ങൾ ഒരുപക്ഷെ ബോംബ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. അതിന്റെ തലേന്നത്തെ ദിവസത്തെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഭീകര ആക്രമണമായിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഇതിനു വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു എന്നറിയത്തില്ല. വടക്കൻ ഇസ്രായേലിൽ അവിടെ ലോഞ്ചറുകളാണ്. ഫോർദോ ആണവ കേന്ദ്രത്തിലേക്കുള്ള വഴി മൊത്തം ഒരുക്കുന്നതിന് വേണ്ടി അവിടുത്തെ മിസൈൽ കേന്ദ്രങ്ങളും അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും മൊത്തം തകർക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതായത് ഒരുക്കുകയായിരുന്നു ഇസ്രായേൽ. ഒരുക്കി അത് പൂർണ്ണമായെന്ന് ബോധ്യപ്പെട്ടു. അമേരിക്ക വന്നു, ആ B2 വിമാനങ്ങൾ ഉപയോഗിച്ചു ബോംബ് ചെയ്തു, തിരിച്ചു പോന്നു. ഇനിയും അമേരിക്ക ഇടപെടുന്ന ഒരു അവസ്ഥയില്ല. ഇസ്രായേലും ഒരുപക്ഷെ ഇറാനും ആയിട്ട് വീണ്ടും യുദ്ധം വിജയപ്രഖ്യാപനം വരെ നടക്കുമായിരിക്കും. മറ്റു ലോകരാജ്യങ്ങളൊക്കെ ഇടപെടുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം, അല്ലെങ്കിൽ വാർത്തകളിൽ നിന്ന് മനസ്സിലാവാനേ സാധിക്കത്തുള്ളൂ. ഏതായാലും അവരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അതല്ല ഞാൻ തമാശ പറഞ്ഞ, അല്ലെങ്കിൽ അതിനൊരു അഭിപ്രായം പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഉടനെ അഭിപ്രായമുണ്ട്. ഒരു റഷ്യയും ചൈനയും ഒക്കെ ഇടപെടുമെന്നുള്ളത് കാര്യം അറിയത്തില്ല. ഏതായാലും ഇസ്രായേൽ പറഞ്ഞത് നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ ജയിച്ചു, വിജയപ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, അതാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇസ്രായേൽ വന്നു, ഇസ്രായേൽ യുദ്ധപ്രഖ്യാപനം നടത്തി, ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാവുന്നു. ഇസ്രായേൽ സൈനിക താവളങ്ങൾ ഇറാന്റെ ആക്രമിച്ചു, മിസൈൽ ലോഞ്ചറുകളൊക്കെ തകർത്തു. ശേഷം അമേരിക്കയ്ക്ക് ഒരു വഴി ഒരുക്കി കൊടുത്തു. അമേരിക്ക വന്നു, ആണവ കേന്ദ്രങ്ങൾ, ഇറാന്റെ 3ഓളം ആണവ കേന്ദ്രങ്ങൾ തകർത്തു, തിരിച്ചുപോയി. ഇനി ഇറാന് കീഴടങ്ങുക അല്ലെങ്കിൽ തോൽവി എന്നത് മാത്രമേ മുന്നിലുള്ളൂവെന്ന് വ്യക്തം. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.